ആർത്രൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ആർത്രൈറ്റിസ് നോർമലി നമ്മുടെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റഡ് ആയിട്ട് നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്കും വരാൻ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്ന് ഹെറിഡിറ്ററി ആയിട്ട് വരാം. എന്നെന്ന് വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൂലം വരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആമാശയമാണ് നമുക്ക് എല്ലാ രോഗത്തിനും കാരണം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അതായത് പല വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ കണ്ടുപിടിച്ചതാണ് ആമാശയം നിങ്ങൾ ശുദ്ധമായിട്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് വിമുക്തി നേടാം. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഗട്ട് ബാക്ടീരിയ എന്നെല്ലാം. അപ്പോൾ ഇത് റിലേറ്റഡ് ആണ്. അപ്പോൾ ഗട്ട് ബാക്ടീരിയ എന്നുള്ള സാധനം നമുക്കില്ലെങ്കിൽ, അതായത് നമ്മൾ ആമമായിട്ടാണ് കൂട്ടുന്നത്. ആമമാണ് ഈ നോർമലായിട്ടുള്ള ബാക്ടീരിയ ഇല്ലാണ്ട് ടോക്സിൻസ് ജനറേറ്റ് ചെയ്യുക. നോർമൽ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്, ബാഡ് ബാക്ടീരിയാസ് ഉണ്ട്. ബാഡ് ബാക്ടീരിയസിൻ്റെ അളവ് നമ്മുടെ ആമാശയത്തിൽ കൂടുമ്പോഴാണ് നമ്മുടെ ഉടമ്പിൽ, അതായത് ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കില്ല. കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കാണ്ട് വരുമ്പം ടോക്സിൻസും കൂടെ, അതായത് വേസ്റ്റ് മെറ്റീരിയൽസും കൂടെ നമ്മൾ എല്ലാ ശരീരത്തിലും എല്ലാ സെൽസിലും പോയി ഇതായിരിക്കും നമ്മൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. സെൽസിന് നമ്മളിപ്പോൾ ഓക്സിജൻ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ അതിൻ്റെ ന്യൂട്രിയൻസ് ആയിട്ട് ഇതായിരിക്കും കൊണ്ടുപോയി റീച്ച് ആകുക. അപ്പോൾ അത് ജനറേറ്റ് ആകുന്ന ബൈ പ്രോഡക്റ്റും വേസ്റ്റ് റിലേറ്റഡ് ആയിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആമാശയത്തിൽ നിന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ രോഗങ്ങൾ മാറും.